ഹലോ, ലൈറ്റ് ഹൗസിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമ്മുടെ പാർട്ട് 4 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. തങ്കശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങിയിട്ട് ലൈറ്റ് ഹൗസിലേക്കൊരു 10 മിനിറ്റ് നടക്കാനുണ്ട്. വേണ്ടവർക്ക് ഓട്ടോ വിളിക്കാം. മോർണിംഗ് ടൈം ആയതുകൊണ്ട് നമ്മൾ എന്തായാലും നടക്കാൻ തീരുമാനിച്ചു. ചിലയിടത്തൊക്കെ ദേ സൈൻ ബോർഡ്സ് ഉണ്ട്. ആകാശത്ത് ഇത്രയും പരുന്തിനെ ഒരുമിച്ച് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ദാനുട്ട്. അങ്ങനെ നടന്ന് നമ്മളിതാ ലൈറ്റ് ഹൗസ് ദൂരെ നിന്ന് നോക്കിയാൽ കാണാമെന്നുള്ള ആ ഒരു ഡിസ്റ്റൻസിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ എത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തിങ്കളാഴ്ച ദിവസം അവധിയാണ് കേട്ടോ. അഡൾട്ട്സിന് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്. ഇതാണ് ലൈറ്റ് ഹൗസിൻ്റെ അടുത്ത് നിന്നുള്ളൊരു കാഴ്ച. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. ഇനി മുകളിലെത്താൻ ലിഫ്റ്റ് വഴിയും നമുക്ക് കയറാം, സ്റ്റെപ്സ് വഴിയും കയറാം. നമ്മൾ സ്റ്റെപ്പ് വഴിയാണ് കയറാമെന്ന് വിചാരിച്ചത്. ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ദാനുട്ടൻ നമ്മളെക്കാളും ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ എടുക്കാൻ പറയുന്നുള്ളൊരു ടെൻഷൻ നമുക്കില്ല. ഇനി ചിലയിടത്തൊക്കെ വിൻഡോസ് ഉണ്ട്. ഒരു വിൻഡോയിലോട്ടുള്ള കാഴ്ചയാണ് ഇത്. ദാനുട്ടൻ കണ്ടില്ലേ, ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നടന്ന് നമ്മളിതാ ഏകദേശം മുകളിൽ എത്താറായിട്ടുണ്ട്. എത്താനാവുമ്പോഴുള്ള കുറച്ച് സ്റ്റെപ്സ് ഇങ്ങനെ കുത്തനെയാണ്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വേണം കയറാൻ. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും മുകളിലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്നുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ, നമ്മൾ ബീച്ചിൽ പോയി കടൽ കാണുന്നതും ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നിന്ന് കാണുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ കയറിയിട്ട് കടലൊന്ന് കാണണേ. ഇനിയുള്ളത് അവിടുത്തെ കുറച്ച് കാഴ്ചകളാണ്, കണ്ടു നോക്കൂ. ലൈറ്റ് ഹൗസിൻ്റെ മുകളിൽ നമുക്ക് ചിലവഴിക്കാവുന്ന ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം നമ്മൾ താഴത്തേക്ക് ഇറങ്ങുകയാണ്. താഴത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ലിഫ്റ്റ് വഴിയാണ് വരുന്നത്. അങ്ങനെ ലിഫ്റ്റിൽ കയറി നമ്മൾ താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു പാർക്ക് ഉണ്ട് കുട്ടികൾക്ക്. അവിടെ വേറൊരു ഫീ ഒന്നും ആവശ്യമില്ല, നമ്മുടെ ഈ ഒരു എൻട്രി ടിക്കറ്റ് തന്നെ മതി. തൊട്ടടുത്തതാണ് നമുക്ക് കടലിലെ കാഴ്ചകളും കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ബീച്ച് കൂടെയുണ്ട്. നമ്മൾ അവിടെയും കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ബാക്കി യാത്രാവിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.